അഞ്ചുതെങ്ങ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1699-ൽ ബ്രിട്ടീഷുകാരാണ് ഇത് പണി കഴിപ്പിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രമായിരുന്നു ഇവിടം. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൂടിയാണിത്. അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്രത്തിലേക്ക് ഒന്നു പോയാലോ? 1684-ൽ ആറ്റിങ്ങൽ റാണിയിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഈ സ്ഥലം പാട്ടത്തിനെടുക്കുന്നത്. പിന്നീട് 1695-ൽ കോട്ടയുടെ പണി തുടങ്ങി. 1699-ൽ പണി പൂർത്തിയായി. ഈ കോട്ട മലബാർ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ സ്ഥിരം താവളമായിരുന്നു. പിന്നീട് 1721-ൽ ഇവിടെ ഒരു കലാപം നടന്നു. അഞ്ചുതെങ്ങ് കലാപം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കലാപത്തിൽ 140ഓളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. കേരളത്തിലെ സംഘടിത കലാപങ്ങളിൽ ആദ്യത്തേതായിരുന്നു ഇത്. കോട്ടയ്ക്കുള്ളിൽ ഒരു പഴയ സെമിത്തേരിയും ലൈറ്റ് ഹൗസുമുണ്ട്. ഈ ലൈറ്റ് ഹൗസ് പിന്നീട് പുതുക്കിപ്പണിതതാണ്. കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാം. ചരിത്രപരമായും സാംസ്കാരികമായും വളരെയധികം പ്രാധാന്യമുള്ള ഒരിടമാണിത്. അഞ്ചുതെങ്ങ് കലാപം 1721-ൽ നടന്ന ഒരു പ്രധാന സംഭവമാണ്. ബ്രിട്ടീഷുകാരുടെ വ്യാപാര താൽപര്യങ്ങൾക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത പ്രതിഷേധമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ വില കുറച്ചതും അവരുടെ ചൂഷണവും ആറ്റിങ്ങൽ റാണിയിൽ നിന്നുള്ള സമ്മാനങ്ങൾ തട്ടിയെടുത്തതുമൊക്കെയാണ് ഈ കലാപത്തിലേക്ക് നയിച്ചത്. കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ കൈക്കലാക്കുകയായിരുന്നു കലാപകാരികളുടെ ലക്ഷ്യം. കലാപത്തിൽ 140ഓളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. ഈ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ വലിയ പ്രതിഷേധമായിരുന്നു. അഞ്ചുതെങ്ങ് ഭരിച്ചിരുന്നത് ആറ്റിങ്ങൽ റാണിമാരായിരുന്നു. വേണാട് രാജവംശത്തിലെ റാണിമാരായിരുന്നു അവർ. അഞ്ചുതെങ്ങിന്റെ ഭരണം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ആറ്റിങ്ങൽ റാണിമാരായിരുന്നു. ആറ്റിങ്ങൽ റാണി എന്ന സ്ഥാനപ്പേര് പൊതുവായി ഉപയോഗിച്ചിരുന്നെങ്കിലും ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രാജ്ഞിമാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 1684-ൽ അഞ്ചുതെങ്ങിന്റെ ഭരണം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയാണ്. അശ്വതി തിരുനാൾ ഉമയമ്മ റാണി വേണാട് രാജവംശത്തിലെ രാജ്ഞിയായിരുന്നു. 1677 മുതൽ 1684 വരെയായിരുന്നു ഭരണകാലം. കേരള ചരിത്രത്തിലെ ധീരയായ രാജ്ഞിയായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. അവർക്ക് ഭരണത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും തന്റെ ബുദ്ധിശക്തിയും നയതന്ത്രജ്ഞതയും കൊണ്ട് അവരത് തരണം ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ വ്യാപാരശാല തുടങ്ങാൻ അനുമതി നൽകിയത് ഉമയമ്മ റാണിയാണ്. ഉമയമ്മ റാണിയുടെ ഭരണകാലം 1677 മുതൽ 1684 വരെയായിരുന്നു. ഈ കാലഘട്ടം വേണാട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായിരുന്നു. നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ആ കാലഘട്ടം. ആഭ്യന്തര കലഹങ്ങൾ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയെല്ലാം അവർക്ക് നേരിടേണ്ടി വന്നു. എങ്കിലും ഉമയമ്മ റാണി തന്റെ ബുദ്ധിശക്തിയും നയതന്ത്രജ്ഞതയും കൊണ്ട് ഈ വെല്ലുവിളികളെ അതിജീവിച്ചു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ ശക്തമായ സൈന്യത്തെ രൂപീകരിച്ചു. വിദേശ ശക്തികളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും റാണി ശ്രമിച്ചു. ഉമയമ്മ റാണിയുടെ ഭരണകാലം വേണാടിന്റെ ചരിത്രത്തിൽ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അവരുടെ ധീരതയും ഭരണമികവും ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കടലും കായലും അടുത്തുള്ള സ്ഥലങ്ങളുമെല്ലാം കാണാൻ സാധിക്കും. കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച ശരിക്കും മനോഹരമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ പ്രചോദനം. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ എത്തുന്നതായിരിക്കും.